വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കവിതയ്ക്കും നിരൂപണത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പ്രമുഖ മലയാള എഴുത്തുകാരൻ പത്മശ്രീ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 1934 അദ്ദേഹത്തിൻ്റെ ജനനം. സെപ്റ്റംബർ 5 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിലായിരുന്നു ജനനം. പിന്നീട് നിരൂപണ രംഗത്തും കവിതാരംഗത്തും അടക്കം മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയായിരുന്നു പി നാരായണക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ നഷ്ടമാണ് നമ്മുടെ സാഹിത്യ ലോകത്തിന്, നമ്മുടെ പൊതുസമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ സെപ്റ്റംബർ 5, 1934 അദ്ദേഹത്തിൻ്റെ ജനനം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അദ്ദേഹം MA ബിരുദം നേടുന്നു. കേന്ദ്ര വാർത്താ വകുപ്പ്, പിന്നീട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്ററായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് റിസർച്ച് ഓഫീസർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇടക്കാലത്ത് അദ്ദേഹം പത്രപ്രവർത്തന മേഖലയിലും അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിച്ച വ്യക്തിയാണ്. സ്കൂൾ വിദ്യാഭ്യാസം ആലപ്പുഴ ജില്ലയിലായിരുന്നു. കരുവാറ്റ NSS ഹൈസ്കൂളിലും. കോളേജ് വിദ്യാഭ്യാസം ആലപ്പുഴ SD കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം ട്രെയിനിങ് കോളേജ്. പിന്നീട് അദ്ദേഹം മറ്റ് കേരളത്തിന് പുറത്തും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യ സമാഹാരങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ അസ്ത്രമാല്യം, ഹംസധ്വനി, അപൂർണതയുടെ സൗന്ദര്യം, നാറാണത്ത് കവിത, കൂറും കവിത, ഇങ്ങനെ നീളുന്നു. വലിയ മലയാള സാഹിത്യത്തിലും നിരൂപണ സാഹിത്യരംഗത്തും വലിയ സംഭാവന നൽകിയ ഇടപെടലുകളാണ് അദ്ദേഹത്തിൻ്റേതായി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. അത് നിരൂപണത്തിനാണ്. വളരെ അപൂർവമായ ഒരു പുരസ്കാരം കൂടിയാണ് അത്. കാരണം നിരൂപണ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് കവിയും കവിതയും ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിനാണ് അന്ന് 1986 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന് കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്നു. നിശാഗന്ധി 1990 ഈ അവാർഡ് ലഭിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഓടക്കുള്ള അവാർഡ് ലഭിക്കുന്നുണ്ട്. അതും നിശാഗന്ധിക്കാണ്. 1991 അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. കേരള പാണിനി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. മലയാള വൃത്ത പഠനത്തും എന്ന മേഖലയ്ക്കാണ് അതിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. 1996 ബാലസാഹിത്യകൃതിക്കുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന മേഖലയിലൂടെ കടന്നുപോയ പി നാരായണക്കുറുപ്പ് നമ്മുടെ സാഹിത്യരംഗത്തുണ്ടാക്കിയ നഷ്ടം, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ വിപുലമാണ്. വള്ളത്തോൾ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 2016 ഉള്ളൂർ അവാർഡ് അദ്ദേഹത്തിന് 2005 ലഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് പത്മശ്രീ 2022 ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ അദ്ദേഹത്തിന് ഡൽഹിയിലെത്തി നേരിട്ട് പുരസ്കാരം വാങ്ങാൻ സാധിച്ചില്ല. തുടർന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി നേരിട്ട് പത്മശ്രീ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു പി നാരായണക്കുറുപ്പ് എന്നത് നമുക്ക് ഓർത്തെടുക്കാനാവും. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദീർഘനാളുകളായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിരുന്നു. ഒടുവിൽ ഇന്ന് അല്പം മുമ്പ് വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. വലിയ വിയോഗമാണ് നമുക്കുണ്ടാവുന്നത്. എന്തായാലും ഈ ഒരു ഞെട്ടലിലാണ് പൊതുവിൽ നമ്മുടെ സാഹിത്യ ലോകം. നിരവധി പ്രമുഖരൊക്കെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാനാവുന്നത് സാഹിത്യരംഗത്തെ പല പ്രമുഖരെയും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും നിരൂപണ സാഹിത്യരംഗത്തും കവിതാരംഗത്തും സാഹിത്യത്തിൻ്റെ മറ്റു മേഖലകളിലൂടെ എല്ലാം കടന്നുപോയ ഒരു വ്യക്തി എന്നത് കൂടിയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കേണ്ടി വരുന്നത്. അധ്യാപകനായിരുന്നു. ഒപ്പം പത്രപ്രവർത്തന മേഖലയിലും മികവ് തെളിയിച്ച വ്യക്തിയാണ്. ഒരു ചെറിയ കാലയളവിൽ ആ രീതിയിൽ വലിയ സാമൂഹിക ഇടപെടൽ കൂടി നടത്തിയ വ്യക്തിയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കടന്നുപോയ മേഖലകളിലൊക്കെ സ്വന്തം കഴിവ് തെളിയിച്ച വലിയ ഇടപെടൽ നടത്തിയ ഒരു ബഹുമുഖ പ്രതിഭയാണ് പി നാരായണക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ആ തരത്തിലുള്ള ഒരു വലിയ നഷ്ടമാണ് നമുക്ക് വന്നിരിക്കുന്നത്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബഹുമുഖ പ്രതിഭയാണ് നമുക്ക് നഷ്ടമാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.